പഴയ വണ്ടിയാണ്. അതുകൊണ്ട് ഈ ചെറിയ യോക്കുകൾ ഉണ്ടല്ലേ, ഇങ്ങനെയാണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇതുപോലുള്ള ചെറിയ വണ്ടികളുമുണ്ട്. പിന്നെ 4x4 വണ്ടികളുള്ളതുകൊണ്ട് അതിൻ്റെ ഉപയോഗം ഇതും കൂടി ഉണ്ടല്ലോ. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ളത് UK ടോർക്ക് എന്നും പറയും, അതായത് ടോബെ എന്നും പറയും. ടോർബെ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പക്ഷേ ടോർക്ക് മറ്റൊരു പേര് കൂടെയാണ്. അപ്പോൾ ഇവിടെ ഹാർബറിൻ്റെ ചുറ്റുമുള്ള തീരത്തുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ നമുക്കിന്ന് കാണിക്കാനുള്ളത്. അപ്പോൾ അതല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്തായാലും കാഴ്ചകളിലോട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടുത്തെ ഈ ഹാർബറിൽ കണ്ടോ, അവിടെ ഏറ്റവും വലിയൊരു ജൈൻറ്റ് വീലൊക്കെ കണ്ടോ. നമുക്ക് എന്തായാലും അതിൻ്റെ അങ്ങോട്ട് പോകണം. എന്താ ഇവിടെ നോക്കണം. പിന്നെ ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ ഈ യോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ യാട്ടോ എന്തായാലും പറയാ, യാക്കോ യോക്കോ അങ്ങനെ 3 പേരാണ്. ഒരുപാട് ഇവിടെ ഈ ഹാർബറിൽ കാണാൻ കഴിയും കേട്ടോ. അതുകൊണ്ട് ഈ ബസ്സൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നതാണ്. ഈ ഹാർബർ എന്ത് ഭംഗിയാണ് നോക്കുക. ഒരുപാട് യോക്കുകൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൂടെ ഇപ്പുറത്തെ ഒരു സൈഡ് സ്ട്രീറ്റാണ്, അതായത് ഇങ്ങനെ ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഇതിൻ്റെ സൈഡ്. ഹാർബറിൻ്റെ തൊട്ട് മുകളിലാണ് കേട്ടോ ഈ കാണുന്ന ഈ സ്ട്രീറ്റും കണ്ടോ. അവിടെ ഒരു വലിയൊരു ചർച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. അവിടെ നമുക്കൊന്ന് പോയി നോക്കണം. ഇവിടെ എവിടെയാണെന്നറിയില്ല മ്യൂസിയം. ഈ മാപ്പ് നോക്കിയിട്ട് എന്തായാലും പോയിന്ന് നോക്കണം. ഇവിടെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ റോഡ് കണ്ടില്ലേ, ഒരു നനവ്. സൈഡ് കണ്ടില്ലേ, വയസ്സായവരൊക്കെ ദൂരെ അത്യാവശ്യം ഇവിടെ ഇരുന്ന് റിലാക്സിങ് ഉണ്ട്. ഇവിടെ ചെറിയൊരു ക്ലോക്ക് ടവർ കാണുന്നുണ്ട്. ഇവിടെ എന്തായാലും ഈ ഒരു ഹാർബറിൻ്റെ മുകളിൽ ഇവരിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കണോ. നല്ല രസമുണ്ട് കാണാനായിട്ടും. വളരെ ഭംഗിയോടുകൂടിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ ഒരു സ്റ്റാച്ചു, ഒരു ഫോട്ടോ എടുക്കണ്ട അവർ കൂടി ഇരുന്നിട്ട്. ഇവിടെയും ഡബിൾ ഡെക്കർ ബസ്സുകളുണ്ട് കേട്ടോ. വളരെ കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ നായ ഏതാ നായ എന്ന് പറയില്ല, അതിനൊരു മൂക്ക് കയറിട്ട് കൊടുത്തിരിക്കണം കേട്ടോ, ആരെയും കടിക്കാതിരിക്കാൻ. കുറേ ടൂറിസ്റ്റുകളും എല്ലാവരും അവിടെ നിന്ന് ആ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ആ ചർച്ചിലൊക്കെ പോയിട്ട് വരികയാണ് പലരും. നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ടൊക്കെ പോയിട്ട് വരാം. ഇതൊരു ബാറാണ് കേട്ടോ. ഇവിടെ കോക്ടെയിൽ ബാറാണ്. അത്യാവശ്യം പാർട്ടി കാര്യങ്ങളൊക്കെ നടക്കണതായിരിക്കും ഈവനിങ് ടൈമിൽ. അതെന്തായാലേ മഴയോ വെയിലില്ലാത്തതുകൊണ്ട് ഇവിടെ നല്ലൊരു സുഖമുണ്ട്. ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റ് കൂടെ നടന്ന് ജസ്റ്റ് ഇവിടെ ഒരു പള്ളി കണ്ടപ്പോൾ ഒന്ന് കാണാൻ വന്നാട്ടോ. യൂറോപ്പിലെ പള്ളികളാണ്, നല്ല ഭംഗിയാണ് ഇന്റീരിയറൊക്കെ കാണാൻ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു ശീലമാണ് ഈ ചർച്ചിലൊന്ന് കയറി നോക്കാൻ. എൻ്റെ പുറകെ കാണുന്ന ഈ ചർച്ച് എന്നാ നോക്കിട്ടോ കയറിട്ടോ. ഈ ചർച്ച് എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇവിടെ അധികം സംസാരിക്കാൻ പറ്റില്ല, സൗണ്ട് അധികം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ കാണിച്ചു തരാട്ടോ. ഒരു രക്ഷയില്ലാത്ത ഇന്റീരിയറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ ആ ചർച്ചിൻ്റെ ഉള്ളിൽ പോയപ്പോഴേ അവിടെ എല്ലാ ചർച്ചിലും ഒരു കാര്യസ്ഥനെ പോലെ ഒരാളുണ്ടാവും. അപ്പോൾ ഒരാളുണ്ട്, ഒരു വയസ്സായ ഒരാൾ. പുള്ളി എനിക്കൊരു ബുക്കൊക്കെ തന്നു ഫ്രീ. അതുപോലെ കുറേ ജീസസിൻ്റെയൊക്കെ കുറേ ഫ്രീ ആയിട്ടുള്ള ബുക്സൊക്കെ തരും. എന്തായാലും നമുക്കിന് വേണ്ടി ഇറങ്ങിയ സ്ട്രീറ്റിലേക്ക് പോകും. ഇറങ്ങിയ ഓരോ കാര്യങ്ങളൊക്കെ ഇതുണ്ടല്ലോ. ഇവിടെ
കയറ്റത്തിൽ ഇതൊരു കുന്നാണ്, ഇതെല്ലാം ബില്ല് ചെയ്തിരിക്കുന്നത് നാട്ടില്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണം. ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് ഇവിടുത്തെ. ഇതുപോലെ ഈ മലയുടെ മുകളിൽ എന്താ പറയുക, പൊക്കത്തിൽ കെട്ടി കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ടോർബേ അല്ലേ? ടോർബേ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യണത് തന്നെ. എന്തായാലും അങ്ങോട്ട് പോയി അവിടെ കുറച്ച് സ്ട്രീറ്റിലൊക്കെ ഒരുപാട് തിരക്കുണ്ട്. ഹാർലിയുടെ ഒരു ബൈക്ക് ഉണ്ടോ, അയാണെന്ന് തോന്നുന്നുണ്ട് എനിക്കിത് കണ്ടിട്ട്. നല്ല മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും പഴയ ഡബിൾ ഡെക്കർ ബസ്സാവുന്നു വരണത് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഓടുന്നതായിരിക്കും ഇതുപോലുള്ള ബസ്സുകളൊക്കെ. ഹാർബർ സൈഡ് കണ്ടില്ലേ, ഏറ്റവും പഴയ ഡബിൾ ഡെക്കർ ബസ്സാണ്. അവിടെ ഇരുന്ന ആള് പ്രാവിന് തീറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ സ്ട്രീറ്റ് ക്ലീൻ ചെയ്യണം മെഷീൻ കണ്ടോ, ആ വണ്ടി എന്താലേ. ഇവിടുത്തെ ഡെവലപ്മെന്റുകളൊന്ന് കണ്ടുപോകണം. നാട്ടിലൊക്കെ റോഡുകളൊക്കെ അലമ്പായി കിടക്കുന്നുണ്ട്. ഇവിടെ ആ റോഡ് പോലും വൃത്തിയാക്കാനായിട്ടാണ് അവര് നോക്കുന്നത്. ഇവിടുത്തെ സബ്വേ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഇന്ത്യനൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാഫ്. എല്ലാ സ്ട്രീറ്റിലും ഇതുപോലെ പൂക്കളും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ആ സ്ട്രീറ്റിനെ തന്നെ മനോഹരമാക്കണത് ഇങ്ങനെയുള്ള ഡെക്കറേഷൻസും പിന്നെ ആളുകളുടെ പല രീതിയിലുള്ള കോസ്റ്റ്യൂമും കൾച്ചറൊക്കെയാണ്. സത്യം പറഞ്ഞാൽ എന്തായാലും എത്ര ഡിസിപ്ലിനോടെയാണ് നോക്കി. ഈ സ്ട്രീറ്റൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. വളരെ വൃത്തിയോടെയാണ് ഇവരൊക്കെ ഇതൊക്കെ സൂക്ഷിക്കണം. ഇതുണ്ടോ, ഇത് പൗണ്ട് ലാൻഡ്. 1 പൗണ്ടിന് ഇവിടെ സാധനങ്ങൾ കിട്ടും. ആ കണ്ടത് പൗണ്ട് ലാൻഡ് ഉണ്ടോ, അപ്പുറത്തെ കണ്ടത്. കാരണം അതിന്റെ കോൺസെപ്റ്റ് തന്നെ 1 പൗണ്ടിന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഏതെടുത്താലും 1 പൗണ്ട്, അതാണ് അവിടുത്തെ കോൺസെപ്റ്റ്. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ 1 പൗണ്ടിന് കിട്ടുള്ളൂ. അല്ലാതെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് 1 പൗണ്ടിന് കിട്ടില്ല. 1 പൗണ്ട് ലാൻഡാണ്. യൂറോപ്പിൽ എല്ലാം അവിടെ ഉണ്ട്. യൂറോപ്യൻ കോണ്ടിനെന്റിൽ എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. കുട്ടികളെയൊക്കെ കണ്ടോ, എത്ര ഭംഗിയിട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട് ആ കുട്ടിയെ കാണാൻ. തണുക്കാതിരിക്കാൻ വേണ്ടി മറ്റേ ഒരു ബ്ലാങ്കറ്റ് പോലുള്ള ഒരു ഹൂഡി ധരിച്ച് നടക്കണം. കാണാൻ പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇവിടെ കോസ്റ്റ്യൂമൊക്കെ നല്ല അടിപൊളിയുണ്ട് കാണാൻ പലരുടെയും. ഇത് വലിയൊരു എന്താ പറയാ, വലിയൊരു സിറ്റി ഒന്നുമില്ല, പക്ഷെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് സെന്ററുകളും ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സും കഫേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വളരെ വൃത്തിയായിട്ടാണ് കേട്ടോ ഇവിടെ ഈ സ്ട്രീറ്റുകളൊക്കെ ഒരു സൂക്ഷിക്കണം. എൻ്റെ പുറകെ കണ്ടത് ആ പുള്ളി ഇവിടെ ഈ സൈഡെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ഇവർ ഇവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആലോചിച്ചത്. ചെറിയൊരു സിറ്റി ആണോ, അല്ലാതെ വലിയൊരു എന്താ പറയാ, ചെറിയ സിറ്റി ഒന്നും പറയാൻ പറ്റില്ല. ഒരു മിഡ് റേഞ്ചുള്ള ഒരു സിറ്റിയാണ്. പക്ഷെ അത്യാവശ്യം ഇവിടെ കാണാൻ കാഴ്ചകളുണ്ട്. ഹാർബറിലാണെങ്കിൽ ഒരുപാട് യോക്കുകളും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എന്താ പറയാ, ചെറിയ ചെറിയ ഷോപ്പിങ്ങിനുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് ഇവർ വാൾ പെയിന്റിങ് ചെയ്തിരിക്കുന്നത്. നാട്ടിൽ നമുക്ക് ആകെ ഫോട്ടോ വെച്ചിൽ മാത്രമേ അതൊക്കെ കാണാൻ കഴിയുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളിൽ ചെയ്ത അപ്പം അവിടെ നിയമങ്ങളും ഗവൺമെന്റ് എന്താ പറയുക അങ്ങനെ തലപോയി കേസായി എന്നൊക്കെ ആയില്ലേ. പിന്നെ ഇവിടെ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ആ കാണുന്ന ചർച്ചിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ, അതും ഒരു ചർച്ചാണ് ഇവിടെ. അവിടേക്കൊന്ന് പോയി നോക്കാം. ആ ചർച്ച് ക്ലോസ് ഉണ്ടോ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പക്ഷെ എല്ലാ ചർച്ചും ഇവിടെ ഓപ്പൺ അല്ല. പക്ഷെ നമ്മളിപ്പോൾ യൂറോപ്പിൽ കയറാത്ത ചർച്ചുകൾ ഏതും ഇല്ല. ഏകദേശം എല്ലാ ചർച്ചുകളിലും കയറി. ഇനി സ്പെയിനിലുള്ള എവിടെയാണ്, സ്പെയിനിൽ ബാഴ്സലോണയിലാണെന്ന് തോന്നുന്നു. വർഷങ്ങളായിട്ട് 1800 കാലഘട്ടം മുതലേ ആ ചർച്ച് ബിൽഡ് ചെയ്ത സമയം മുതൽ
ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച് ഉണ്ട്. അവിടേക്കാണ് ഇനി പോകേണ്ടത്. അത് വളരെ ഫേമസ് ആണ്. എനിക്ക് എൻ്റെ പേര് ഓർമ്മ വരുന്നുണ്ട്. എന്താ ഇതിന്റെ രൂപമൊന്നും നോക്കിയത്. അത് പക്ഷെ ഓട്ടിസം ബാധിച്ചവരാണ്. പക്ഷെ ആ ആഫ്രിക്കൻ എനിക്ക് ഏതൊക്കെ ആഫ്രിക്ക കണ്ട നമ്മള് ബ്ലാക്ക് കണ്ട എപ്പോഴും ആഫ്രിക്ക എന്നല്ലേ പറയാറുള്ളൂ. ഏത് രാജ്യക്കാരാന്ന് അറിയില്ല. ഈ പുള്ളി ഇവിടെ കണ്ട കറങ്ങി നടന്ന് ഈ സ്ട്രീറ്റൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആൾക്ക് ഇത് തന്നെയാണ് അവിടെ പണി, ഈ സ്റ്റേറ്റ് വൃത്തിയാക്കാൻ. ഞാൻ എവിടെ പോയാലും പുള്ളിയുണ്ട് അവിടെ. ആ ചെയിൻ്റെ വീലും ഉണ്ട് അവിടെ. ഒരുപാട് ഷോപ്സ് ഈ സൈഡ് കാണാൻ കഴിയുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. നടന്നു വന്നപ്പോ പെട്ടെന്ന് മഴയും വന്നപ്പോ വലിയ മഴയും ചെറിയൊരു പാട്ടിലുണ്ട്. ഞാനൊന്നും കണ്ടില്ലേ, സാധാരണ രീതിയിൽ പുറത്തിറങ്ങിയത്. കാരണം മഴ വന്നാൽ ഫുള്ള് നനഞ്ഞു പോകണം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ നല്ലത്. അതാകുമ്പോൾ ഫ്രീ ആയിട്ട് കാറ്റ് കൊണ്ട് നടക്കുന്നുണ്ടല്ലേ. ഈ ഹാർബറിന്റെ ചുറ്റും കണ്ടില്ലേ ഫുൾ കഫേ, റെസ്റ്റോറൻറ്റ്സും പർച്ചേസിങ് ഓപ്ഷൻ എല്ലാം ഈ ഹാർബറിന് തൊട്ട് തന്നെയാണ്. അത് പുറമേ ഒന്നുമില്ല. പിന്നെ കണ്ടില്ലേ ആ മുകളിൽ കാണുന്നതെല്ലാം ആ മുകളിലും പിന്നെ അപ്പുറത്തേക്ക് ചർച്ചും പിന്നെ കുറേ താമസക്കാർ, അതായത് വീടുകളൊക്കെയാണ് കംപ്ലീറ്റ്. അല്ലാതെ വലുതായിട്ടൊന്നും ഇവിടെ ഇല്ല. ഈ ഹാർബറിനെ ചുറ്റിപ്പറ്റി മാത്രമല്ല നമുക്ക് എന്താ പറയുക ടൂറിസ്റ്റുകൾക്കുള്ള ഷോപ്പിങ്ങിനായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ അത് ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ്സ്, കഫേസ് അങ്ങനെയുള്ള ഓപ്ഷനിൽ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എക്സ്ട്രാ എന്താ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്കതൊരു നോക്കാം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഞാൻ ബാക്കിയുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയ ചെറിയ കടകളും ഒരു ഓഫ് ഷോർ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. മഴ വന്നപ്പോൾ എല്ലാവരും അടുത്ത് ഉള്ളി കയറ്റി വയ്ക്കണതല്ലേ. ഇത് നനഞ്ഞു കൊള്ളണം. ഉണ്ടല്ലേ ഇതുപോലെയുള്ള പഴയ ബിൽഡിങ്ങിലാണ് ഇതുപോലെ പബ്ബും ബാറുകളൊക്കെ വർക്ക് ചെയ്യണം. ഈ സ്ഥലത്ത് നോക്ക്, അത് അപ്പുറത്ത് കാണുന്ന ടൗൺ സെന്റർ ഉണ്ടോ? അത് ടൗൺ സെന്ററും അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതാ അത്യാവശ്യം ഇവിടെ റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്പേസ്. ഇത് കണ്ടോ, ഇതൊരു എന്താ പറയാ ഒരു ഗാർഡൻ സെറ്റപ്പും പാർക്ക് കാര്യങ്ങൾ ഇവിടെ തന്നെയാണ്. ആ ജൈന്റ് വീലൊക്കെ കണ്ടോ, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് എത്ര മനോഹരമാക്കിയിരിക്കണം നോക്കണം. ഞാൻ ആ ഹാർബറിലേക്കുള്ള കാഴ്ച, അത് അപ്പുറത്തെ ഹാർബറുണ്ട്, നല്ല ഭംഗിയായിരിക്കും ആ ഹാർബറിലേക്കുള്ള കാഴ്ച. ഇതുപോലുള്ള സ്ഥലങ്ങൾ സത്യം പറഞ്ഞവർ മെയിൻറ്റെയിൻ ചെയ്യണത് എന്താ പറയുക ഡെവലപ്പ് ഇങ്ങനെ ഇതുപോലെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെയുള്ള ലോക്കൽസിന്. രാവിലെയൊക്കെ ഒന്ന് ഫ്രീ ടൈമിൽ ഇരുന്ന് റിലാക്സ് ചെയ്യാനും രാവിലെ നേരങ്ങളിലൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. ഈ കടലിലെ കാറ്റും തീരത്തിരുന്ന് റിലാക്സ് ചെയ്യാൻ ഇതുകൊണ്ട് UK ഒരു ഫ്ലാഗും അതിൻ്റെ പുറകിലെ ജൈൻ വീലൂടെ കാണാം. ഈ മരം കണ്ടോ, കാനഡയിൽ കംപ്ലീറ്റ് നമുക്ക് പോകുമ്പോൾ ഈ മരം നമുക്ക് കാണാൻ കഴിയും. കാനഡ ഫ്ലാഗിൽ തന്നെ ഈ മരത്തിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ ലീഫാണ് കാനഡ ഫ്ലാഗിലുള്ളത്. കാനഡ ഫ്ലാഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ലീഫിൻ്റെ അതേ ഇതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം, എന്നിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ. എൻ്റെ ഈ പുറകെ കാണുന്ന ജൈൻറ്റ് വീല് കണ്ട വളരെയധികം ആളുകളൊന്നുമില്ല, ചുരുക്കം പേരേ ഉള്ളൂ. അതായത് ഇതുപോലെ ഇതൊരു എന്താ പറയുക ഗവൺമെൻറ് ഏരിയ ആയിരിക്കും, പക്ഷെ എന്നാലും അതൊരു പ്രൈവറ്റ് കമ്പനി ഏറ്റെടുത്ത് നടത്തണ സംഭവമാണ് ഈ ജൈൻറ്റ് വീലൊക്കെ. എന്താ പറയുക അവർ എത്രത്തോളം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇതിവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം എന്നുള്ള ആലോചിക്കുകയാണ്. അതായത് അതിൻ്റെ താഴെ ഒരു റെസ്റ്റോറൻറ്റ്, കഫേ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ എന്താ പറയുക 3 പേരാണെങ്കിൽ 4 പേരാണെങ്കിലും പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ജൈൻറ്റ് വീലിൽ കയറാം. അത് വർക്കിംഗ് ആണ്, ആർക്കും വേണ്ടി കാത്തിരിക്കില്ല. ആളുകളെ കുത്തി നിറയ്ക്കാനായിട്ട് അവർ കാത്തിരിക്കണ പോലുമില്ല. ഒരുപാട് ടൂറിസം ഓപ്പർച്യൂണിറ്റികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നാട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് ചെയ്യാനുണ്ട്, പക്ഷെ ആരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താൽ ജനങ്ങൾക്ക് അതിനനുസരിച്ച് കൈകോർക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിനനുസരിച്ചൊന്നും ആരും ഇവിടെ പോരാ സത്യം പറഞ്ഞാൽ നാട്ടിൽ. ഈ സൈഡ് ആയതുകൊണ്ട് ഫിഷ് ആൻഡ് ചിപ്സിന് കുറവുണ്ടാവില്ല. ഒരുപാട് ഫിഷ് ആൻഡ് ചിപ്സിന് മാത്രമായിട്ടുള്ള എന്താ പറയുക ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സുകൾ കാണാൻ കഴിയും. ഈ മലയുടെ മുകളിൽ കംപ്ലീറ്റ് വീടുകളാണ്. ഇതല്ല ഇവിടെ താമസിക്കണവർക്ക് കുറച്ച് ദിവസമൊക്കെ താമസിക്കാൻ ഓക്കെ, പക്ഷേ സ്ഥിര താമസക്കാർക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ബോറാവും. കുറച്ച് നമ്മളെവിടെയാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ബോറാവും.
ഇതുണ്ടോ മുകളിൽ നല്ല കടൽക്കാറ്റും കൊണ്ട് രാവിലെയൊക്കെ എണീക്കുമ്പോൾ നല്ല സൺറൈസും സൺസെറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ. ഇവിടെയൊക്കെ മരയുടെ മുകളിൽ ബിൽഡ് ചെയ്തെടുത്തിരിക്കണമല്ല. ഇങ്ങനെ തടിയൊന്നും നോക്കും. എന്തായാലേ പുള്ളി സമാധാനത്തോടെ ഇരിക്കുകയാണ് ആ സൈഡിൽ. ആൾക്ക് നടക്കാനൊന്നും വയ്യ, പക്ഷെ അതായിരിക്കും അവിടെ കുറച്ച് നേരം ഇരിക്കണം. കുറച്ചു നേരം നടന്ന് കുറച്ചു നേരം ഇരിക്കുകയായിരിക്കും. പക്ഷെ ആരും ഇവിടെ ബോഡി ഷെയിമൊന്നും ഇല്ല കേട്ടോ. അവരുടേതായ ശരീരത്തിൽ പറ്റണ രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തവരും ഉണ്ടാതിരിക്കേണ്ട ഇവിടെ. പുള്ളി കയ്യിലൊരു ബോട്ടിലൊക്കെ പിടിച്ച് ആർമാദിച്ച് പോവാണ്. നല്ല തണ്ണിയാണ് എല്ലാവരും ഇവിടെ. പിന്നെ പബ്ലിക്കില് വെള്ളമടിക്കണമെന്നൊരു കുഴപ്പമൊന്നുമില്ല. ഡ്രിങ്ക്സും സ്മോക്കിംഗ് അലൗഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രിങ്കിങ് കാര്യങ്ങളൊന്നും ഇവിടെ വലിയ പ്രശ്നമില്ല. ഇവിടെ കണ്ടില്ലേ ഈ റെസ്റ്റോറൻറ്റ്സിന് പുറത്ത് തന്നെ എല്ലാവരും ഒന്ന് മദ്യപിക്കണം നമ്മൾ കാണാറില്ലേ. അതൊക്കെ ഇവിടെ ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ, റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ട്രെയിന്. എന്നാണ് കുറെ യാത്രക്കാരെ അതിൽ കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ ചെറിയ പാക്കേജുകൾ എടുത്തിട്ട് കൊണ്ടുപോകുന്ന ട്രെയിനുകളാണ് ഇതൊക്കെ. ഈ കടൽ തീരത്തിന്റെ ഈ സൈഡുള്ള കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു കൊടുത്ത് അതിലൊരു ഗൈഡ് ഉണ്ടാവും. പുള്ളി ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ ഒന്ന് സൂചിപ്പിക്കും. ടോർക്കി എന്നുള്ള സ്ഥലത്തിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, ടോർക്കി എന്ന് പറയുന്നത്. ടോർക്കി വിഷിംഗ് വെൽ. എന്താ എനിക്ക് സംഭവം എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇതൊരു കിണറാണ് സംഭവം. പക്ഷേ ക്രിസ്മസ് ടൈമിന് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തൊരു സെലിബ്രേഷൻ, എന്തൊക്കെ മെമ്പറുടെ ഭാഗമായിട്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കണം. എനിക്ക് അറിയില്ല എന്താ സംഭവം. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. മഴ വന്നപ്പോൾ ഈ സൈഡോടെ ഈ സിറ്റി അവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കണമല്ലേ. ഇത് ഈ കടലും ഈ മൗണ്ടെയ്ൻസും മാത്രമേ ഇവിടെ ഉള്ളൂ സത്യം പറഞ്ഞു. ഈ സൈഡ് മലയുടെ അരികെല്ലാം പൊളിച്ചെടുത്ത് ഇവർ ഇതുപോലെ തീരങ്ങൾ ഹാർബറിൻ്റെ ഇതൊക്കെ ഇവിടെ കെട്ടി അത്യാവശ്യം റിലാക്സ് ചെയ്യാനുള്ള സ്പേസും കഫേസും റെസ്റ്റോറൻറ്റ്സും ഇതുപോലെ ഈ മലയുടെ മുകളിലൊക്കെ വീടുകൾ കെട്ടിയിട്ടാണ് ഈ സിറ്റി ഒരു ബിൽഡ് ചെയ്തെടുത്തിരിക്കണം. ഈ സൈഡൊക്കെ മലയുടെയൊക്കെ സൈഡ് വെട്ടിയെടുത്തതിൻ്റെ ഇത് കാണാൻ വേണ്ട. അവിടെ കുറേ നെറ്റൊക്കെ വെച്ച് ഇവർ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അവിടെ ബോട്ട് ട്രിപ്പ് ടിക്കറ്റ്സ്, ബോട്ടുകളിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അവിടെ. ടിക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അതാണ് ഓരോ ക്രൂയിസുള്ള പാക്കേജൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിഷ് ആൻഡ് ചിപ്പ് ക്രൂയിസ് ഓരോ ദിവസങ്ങളിൽ. അതായത് അവിടെ ബോട്ടിൽ സഞ്ചരിക്കാനുള്ള അവിടെ പാക്കേജുകളും ഈ കഫേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കമ്പയർ ചെയ്തു അവരായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കുറേ പാക്കേജുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ചെറിയ ചെറിയ രീതിയിലുള്ള സെറ്റപ്പുകൾ. നാട്ടിലേക്കാണ് ഒരുപാട് പറ്റിക്കലുണ്ട് ഇങ്ങനെയൊക്കെ ബോട്ട് യാത്രകളുടെയൊക്കെ, കൊച്ചിയിലും ഫോർട്ട് കൊച്ചിയിലും അവിടെയൊക്കെ. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. അവിടെ ഞാൻ അങ്ങനെ വായിച്ചു നോക്കി, ഓരോ പാക്കേജുകളാണ്. അതായത് ഫിഷ് ആൻഡ് ചിപ്സ്, ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ചെയ്തുകൊണ്ട് ആ ചുറ്റുമുള്ള കഫേ റെസ്റ്റോറൻറ്റ്സ് അവർ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യണം അവർ. ഇവിടെ ഒരു പ്രത്യേകതരം ക്ലൈമറ്റ്. കുറച്ച് നേരം വെയിലുണ്ടായിരുന്നു, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് പാറ്റൽ മഴയായി. ഇത് എപ്പോഴും പാറ്റൽ മഴയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ വന്നും പോയിക്കൊണ്ടിരിക്കേണ്ടത്. രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാവരും യൂറോപ്പിൽ ഒരേ സിസ്റ്റം തന്നെയുണ്ടോ. ഇവിടെ കുടുംബത്തോടെ വന്നിട്ട് ഒരു മീൻ പിടിക്കുകയാണ്. വാക്കിംഗ് ബ്രിഡ്ജ് ലിഫ്റ്റ് ചെയ്യണം, ഓട്ടോമേറ്റഡ് ആണ്. ഇതിനവിടെ ലിഫ്റ്റ് ചെയ്ത സിസ്റ്റം. ഇപ്പൊ കണ്ട ബ്രിഡ്ജ് താഴാൻ തുടങ്ങി. ആ ബോട്ട് ഓൾറെഡി ക്രോസ് ചെയ്ത് പോയി. നടയാത്രക്കാർക്കും ഗുണമായി. ഇതുപോലെ പ്രൈവറ്റ് ബോട്ടുകളും യാക്കുകളൊക്കെ യൂസ് ചെയ്യണവർക്ക് ഇതൊരു എന്താ വളരെ യൂസ്ഫുൾ ഒരു കാര്യമില്ല. അതൊക്കെ യാ ക്ലബുകളൊക്കെ ഉണ്ട് കേട്ടോ.
റോയൽ ടോർബേ യാർഡ് ക്ലബ്. ഇത് കണ്ടോ, ഈ കവർ ചെയ്തിട്ട് എനിക്ക് മനസ്സിലാവില്ല. എന്താ സംഭവം എന്ന് പറയില്ല. കാട് പിടിച്ചെടുക്കണ്ട. പക്ഷെ ഇവിടെ ഈ കടൽ തീരത്തുള്ള ഒരു എന്താ പറയാ, ജസ്റ്റ് മൗണ്ടൈൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്, മലനിരകളുടെ കുറച്ച് ഭാഗങ്ങളാണ്. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അത് ഗുഹ പോലെയൊക്കെ എന്തൊക്കെയോ കാണും. എന്തൊക്കെയോ വർക്കിംഗ് ആയിരുന്നു മുൻപ്, പക്ഷെ ഇപ്പോൾ ഇതൊന്നും വർക്കിംഗ് അല്ല ഇവിടെ. കറക്റ്റ് ഈ യാ ക്ലബിന്റെ മുന്നിലാണ് കേട്ടോ. ജസ്റ്റ് ഇന്ന് വളരെ ചെറിയ കണ്ടന്റ് മാത്രമാണ് കേട്ടോ. വലുതായിട്ട് എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാനായിട്ടും അങ്ങനെ സ്ഥലങ്ങളൊന്നുമില്ല. ഈ ഹാർബറിന് ചുറ്റുമുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. ഇവിടെ ഇപ്പം മഴ വരാറായിട്ട് ഞാൻ എന്തായാലും ഒന്ന് തിരിച്ചു പോകണം. ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കും. എന്തായാലും പുതിയ വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത സൗത്ത് ആംപ്ടൺ പോലെ. എന്തായാലും പുതിയ വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. പുള്ളി പറയണത് ഇത് ഞാൻ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അത് സമയം പുള്ളി എത്ര പറഞ്ഞു, പക്ഷെ എനിക്കത് മനസ്സിലായില്ല എത്ര മണിക്കാന്ന് പറഞ്ഞു. ബിഗൺ കോ ഹിസ്റ്ററിയൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അടുത്ത. എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ തിരിച്ചു പോകാനുള്ള വഴികൾ നോക്കാം.